ഹായ് ഫ്രണ്ട്സ്, ഇതുപോലൊരു അമ്പർല കുർത്തി നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. തുണി രണ്ടായി മടക്കി മൂല മടക്കിയിട്ട് അതിൽ അരവണ്ണം നമ്മൾ എടുത്തണം. അതിൽ 9.5 ഇഞ്ചാണ് അരവണ്ണം. ഇറക്കം 36 ഇഞ്ച്. ചെരിച്ച് വരച്ച് ഇടുക. അരവണ്ണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു കർവ് പോലെ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് മുകൾ ഭാഗത്തുനിന്ന് അടിഭാഗത്തേക്ക് 36 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യാം. ഞാൻ ഫുള്ള് മാർക്ക് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് മാർക്ക് ചെയ്യാം. ഇനി ആ മാർക്കിങ് കൂട്ടി വരച്ച് കർവാക്കി വരച്ച് ഇടുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം അടിഭാഗം കട്ട് ചെയ്യണം. പിന്നെ സൈഡ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലും അരവണ്ണത്തിൻ്റെ കർവ് കട്ട് ചെയ്യണം. പാവാട ഭാഗം റെഡി ആയിട്ടോ. ഇനി നമുക്ക് യോക്ക് ഭാഗം നോക്കാം. യോക്കിൻ്റെ വണ്ണം 12 ഇഞ്ചാണ്. 4 മടക്ക് തുണി എടുത്തു. 16 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുക. അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തുണി 4 മടക്ക് 12 ഇഞ്ചിൽ 4 മടക്ക് തുണി കട്ട് ചെയ്ത് എടുത്തു. അത് രണ്ടും വെവ്വേറെ മടക്കി ഇടുക. എന്നിട്ട് മടങ്ങിയ ഭാഗത്ത് മുകളിലായി കഴുത്തകലം 3 ഇഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ. 3 ഇഞ്ച് ഇറക്കം 6.5 ഇഞ്ച് ഫ്രണ്ട്. ബാക്ക് 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിടുന്നത്. അത് ക്യാൻവാസിലാണ് നമ്മൾ കഴുത്ത് വെട്ടുന്നത്. അത് കാരണം കൊണ്ട് വെട്ടുന്നില്ല. 3.5 ഇഞ്ച്, അതായത് 6.5 ഇഞ്ച് ഫുൾ ഷോൾഡർ, 6.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് മൂലഭാഗം മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് കുഴിച്ച് വരച്ച് ഫ്രണ്ട് മാത്രം. അരവണ്ണം 9.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ അടിഭാഗത്ത് സൈഡിലായിട്ട് 1 ഇഞ്ച് ചെരിച്ച് വരയ്ക്കുക. കട്ട് ചെയ്യുക. കാലിഞ്ച് ചെരിച്ച് മേലോട്ട് ആദ്യം ബാക്കിൻ്റെ കറുവിക്കുട വെട്ടി. ഇനി 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തു. ഒരു 1/4 ഇഞ്ച് ചെരിച്ച് ഷോൾഡർ വെട്ടി. കഴുത്ത് നമ്മൾ ക്യാൻവാസിലാണ് വെട്ടുന്നത്. വീനക്കാണ് വെട്ടുന്നത്. അത് ക്യാൻവാസിൽ വെട്ടി തയ്ച്ചിട്ട് കാണാം കേട്ടോ. ഈ കൈയാണ് വെട്ടാനുള്ളത്. കൈയിൻ്റെ വണ്ണം 9.5 ഇഞ്ചാണ്. അതിന് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. ജോയിൻ്റ് അടിക്കുന്ന കാരണം കൊണ്ട്, തുണി കുറവായ കാരണം കൊണ്ട് അത് നേർക്ക് വരച്ചിട്ടു. എന്നിട്ട് ഇറക്കം 26 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. കൈയിൻ്റെ തുമ്പ് വണ്ണം 6.5 ഇഞ്ചും മാർക്ക് ചെയ്യാം നമുക്ക്.
ഇനി കൈക്കുഴിയുടെ ഭാഗം 4 ഇഞ്ച് എടുത്തു, ചെരിച്ച് 4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തു, മുകളിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് കൈക്കുഴി കർവ് വരച്ചു, കൈത്തുമ്പിലേക്ക് വരച്ചു. ഇനി കട്ട് ചെയ്യാം. അരയിഞ്ച് നമ്മൾ കൂടുതലിടുന്നതാണ് ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ. കൈ ഭാഗവും കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി ജോയിൻ്റ് അടിച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടാൻ. അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു.